ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്രയെ തൻ്റെ പ്രതീക്ഷ മോനെ കുറിച്ച് ഓർത്ത് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പു അങ്ങോട്ടേക്ക് കയറി വന്നു. അപ്പച്ചി എന്നും പറഞ്ഞു വിളിച്ച. അങ്ങനെ അപ്പുവിനെ കണ്ടപ്പോൾ കണ്ണുനീരൊക്കെ തുടച്ച് നമ്മുടെ സുമിത്ര അവിടെ ഇരിക്കുക കേട്ടോ. അപ്പോഴാണ് അപ്പു വന്നതും അതുപോലെ പ്രതീക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സുമിത്രയോട് ഇങ്ങനെ പറയുന്നതും. പിന്നെ പ്രതീക്ഷേട്ടനെ കുറിച്ച് സ്വരമോൾ എന്നോട് ഒരുപാട് ചോദിച്ചു എന്ന് പറയുമ്പോൾ അവൾ കുഞ്ഞല്ലേ, അവൾ ഇതുവരെ പ്രതീക്ഷനെ കണ്ടിട്ടുമില്ലല്ലോ, ഒക്കെ അറിയില്ലല്ലോ, അവൻ്റെ രൂപവും ഭാവവും ഒക്കെ ഒരുപാട് മാറിപ്പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ സുമിത്ര അപ്പുവിനോട് പറയുക. അപ്പോൾ അതൊക്കെ കേട്ടിങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുവാണ് നമ്മുടെ അപ്പുവിനും ആകെ സങ്കടമാണ്. അപ്പോൾ അപ്പച്ചി, പ്രതീക്ഷേട്ടൻ ജാമ്യത്തിൽ ഇറങ്ങുന്ന കാര്യം പൂജയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് ചോദിച്ചപ്പം അതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. പ്രതീക്ഷേട്ടനെ ജാമ്യത്തിൽ ഇറക്കിയത് ആരാണെന്ന് അപ്പച്ചി വിചാരിച്ചത് എന്ന് അപ്പു ചോദിച്ചു. രഞ്ജിതയാണ് പ്രതീക്ഷേട്ടനെ ജാമ്യത്തിൽ ഇറക്കിയതെന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്ര ഞെട്ടി. അപ്പോൾ പൂജ രഞ്ജിതയുടെ കൂടെയാണോ എന്ന് ഇപ്പോഴാണ് സുമിത്രയ്ക്കൊരു സംശയം. അപ്പു മോനെ നിന്നോട് ആരായി പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു. അതാണ് സത്യം അമ്മ, അത് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞു. എന്നിട്ട് അവളെന്താ എന്നോട് ഈ കാര്യം പറയാതിരുന്നത്? എല്ലാ കാര്യങ്ങളും പൂജ സാധാരണ എന്നോട് പറയാറുള്ളതാണല്ലോ, ഇത് മാത്രം അവൾ എന്താ പറയാതിരുന്നത്? എന്തിനാ എന്നോട് മറച്ചു വെച്ചത് എന്നൊക്കെ സുമിത്ര ഇങ്ങനെ അപ്പുവിനോട് ചോദിക്കാം. അവളിപ്പോൾ പഴയ പൂജ അല്ല അപ്പച്ചി എന്ന് അപ്പു അന്നേരം പറഞ്ഞു. രഞ്ജിത ആൻറ്റിയുമായി അവൾക്ക് നല്ല ബന്ധമുണ്ടെന്നുള്ള കാര്യങ്ങൾ അപ്പു പറയുക. അത് കേട്ട് സുമിത്ര ഞെട്ടി. അവരുമായുള്ള അടുപ്പം അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നും ഒരു പക്ഷേ ഇത് അപ്പച്ചിയോട് പറയരുതെന്ന് അവളോട് പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അപ്പച്ചിയോട് പൂജ ഒന്നും പറയാതിരുന്നതെന്നുള്ള കാര്യവും പറഞ്ഞു. രഞ്ജിത പ്രതീക്ഷേട്ടനെ ജാമ്യത്തിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാകും അപ്പച്ചി, അതിനു വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്തിരിക്കുന്നത്. കാര്യമില്ലാതെ അവരാർക്കും വേണ്ടി ഒന്നും സാധാരണയായിട്ട് ചെയ്യാറില്ല. അവരുടെ മനസ്സിൽ എന്തൊക്കെയോ വലിയ നിഗൂഢം നിറഞ്ഞ പ്ലാനുകളുണ്ട്. എന്തായാലും പൂജയോട് ഇത് അപ്പച്ചി തന്നെ ഒന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ അറിയാം സത്യം എന്താണെന്ന്. അതും പറഞ്ഞ് അപ്പോൾ അവിടെ നിന്ന് പോയി. പിന്നെ നമ്മുടെ സുമിത്ര ഇങ്ങനെ ആകെ തകർന്നിരിക്കുക. പൂജ തന്നോട് വിശ്വാസവഞ്ചന കാണിക്കുകയാണോ എന്നുള്ളൊരു പേടിയിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു ഇത് അങ്ങനെ കഴിഞ്ഞതിന് ശേഷം പ്രതീക്ഷ ഇങ്ങനെ രഞ്ജിതയുടെ വീട്ടിലിരിക്കുക. അപ്പോൾ പ്രതീക്ഷിന് ചായയൊക്കെ ആയിട്ട് നമ്മുടെ രഞ്ജിത വന്നു. ചായ കുടിക്കുക എന്നും പറഞ്ഞ് കൊടുത്ത് രഞ്ജിത പ്രതീക്ഷിൻ്റെ അടുത്ത് ഇരിക്കുന്നു. പ്രതീക്ഷ ഇങ്ങനെ ഭയങ്കര കലിപ്പിലാണ് അവിടെ ഇരിക്കുന്നത്. ചായ കുടിക്കും പ്രതീക്ഷയെ എന്നും പറഞ്ഞ് പ്രതീക്ഷിനെ കൊണ്ട് നിർബന്ധിച്ച് ചായയും കുടിപ്പിക്കുന്നു. അങ്ങനെ ചായ കുടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ ചെന്നപ്പോൾ വലിയ തിരിച്ചടി ആയിരുന്നല്ലേ എന്ന് ചോദിച്ചു. പ്രതീക്ഷ ഞെട്ടി. അപ്പോൾ ശ്രീനിലയത്തിലെ കൂടിക്കാഴ്ച അത്ര സുഖകരമായിരുന്നില്ല അല്ലേ എന്ന് പ്രതീക്ഷയോട് ചോദിച്ചപ്പോൾ പ്രതീക്ഷ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നീ ജയിലിലാണെന്നുള്ള കാര്യം അനിരുദ്ധ സുമിത്രയോട് എന്തുകൊണ്ടായിരിക്കും പറയാതിരുന്നതെന്നൊക്കെ ചോദിക്കുമ്പം എനിക്കറിയില്ല എന്ന് പറഞ്ഞു പ്രതീക്ഷ. അപ്പോൾ എന്നാൽ എനിക്കറിയാമെന്ന് രഞ്ജിത പറഞ്ഞപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അറിയാനായിട്ട് യാതൊരു താല്പര്യവും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പ്രതീക്ഷിന് താല്പര്യം ഇല്ലായിരിക്കാം, എന്നാലും സത്യമല്ലാതാവില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം പറയും. അവിടെ മക്കളിൽ ഒരാൾ ജയിലിലായതും മക്കൾ ജയിലിലാണെന്ന് പറയുന്നതൊക്കെ അവൾക്കൊരു പക്ഷെ കുറച്ചിലായിരിക്കാം. പക്ഷേ അനിരുദ്ധ് അതെന്തിനായിരിക്കും? പിന്നെ നീ ജയിലിലാണെന്ന് പറയാൻ അനിരുദ്ധിനും നാണക്കേടായിരിക്കും, അതുകൊണ്ടായിരിക്കും അവനും പറയാതിരുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം പ്ലീസ്, എനിക്ക് അവരെക്കുറിച്ചൊന്നും പറയാനായിട്ട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു പ്രതീക്ഷ. ശരി, ഓക്കെ, നമുക്കതൊന്ന് വിട്ടേക്കാം, ഞാനായിട്ട് ഇനി ഒന്നും പറയുന്നില്ല. പക്ഷേ ഇനി എന്താണ് അടുത്ത നിന്റെ പ്ലാൻ എന്ന് അനിരുദ്ധ് പ്രതീക്ഷിനോട് ചോദിക്കുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയെങ്കിലും നിനക്ക് ജീവിക്കണമല്ലോ, അനിരുദ്ധിനെയും സുമിത്രയെയും തോൽപ്പിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു. പിന്നെ എന്തെങ്കിലും ജോലി ചെയ്യാതെ ജീവിതം മുന്നോട്ട് പോകത്തില്ലല്ലോ ഒന്നും, എങ്ങനെ ജീവിക്കാമെന്ന് മനസ്സിൽ എന്തെങ്കിലും ഐഡിയ വല്ലതും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ പ്രതീക്ഷ ഒന്നും തറപ്പിച്ച് പറയുന്നില്ല. അപ്പോൾ എന്താ നിന്റെ പ്ലാനെന്ന് ചോദിച്ചപ്പം എൻ്റെ മനസ്സിൽ പല പ്ലാനുകളും ഉണ്ടെന്ന് പറഞ്ഞു ഈ പ്രതീക്ഷ. ഇപ്പോൾ ഒരുപാട് അവസരങ്ങളുണ്ട്, ചില കാര്യങ്ങളിൽ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും എന്നിങ്ങനെ പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു പ്രതീക്ഷ. ആ ഒരു ഇതിലിങ്ങനെ അങ്ങ് പറഞ്ഞു. ഇത്രയും കാലത്തെ ജയിൽ ജീവിതം എന്നെ വല്ലാണ്ട് മാറ്റിമറിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷ രഞ്ജിതയോട് പറയുക. പാട്ടുപാടി ജീവിക്കാൻ ഇനി എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ലെന്നും എനിക്കതിന് യാതൊരു ആഗ്രഹവും ഇല്ല എന്നും പറഞ്ഞു. ദൈവം തന്നൊരു കഴിവ് കയ്യിലിരിക്കുമ്പോൾ മറ്റൊരു ജോലി അന്വേഷിച്ച് പോണോ പ്രതീക്ഷയെ? അത് ശരിയാണോ പ്രതീക്ഷയെ? ശ്രീനിലയത്തിലുള്ളവരുടെ മുന്നിൽ അന്തസ്സായിട്ട് ജീവിച്ച് കാണിക്കാൻ ഇത് തന്നെയല്ലേ ഏറ്റവും നല്ല മാർഗം എന്ന് ചോദിച്ചു. അപ്പോൾ അല്ല,
പാട്ട് പാടുന്നതിനെ കുറിച്ച് എനിക്ക് ഓർക്കാനേ പറ്റുന്നില്ല എന്ന് പ്രതീക്ഷ നേരം പറയുക. എന്തെങ്കിലും ഒരു ജോലി അത് മതി എനിക്ക് എന്ന് പറഞ്ഞ് പ്രതീക്ഷ. ഒരിക്കൽ ഞാനൊരു പാട്ടുകാരനായിരുന്നുവെന്ന് ഇനി ആരും അറിയുകയും വേണ്ടാന്ന് പറഞ്ഞപ്പം പ്രതീക്ഷന്റെ ആഗ്രഹം അതാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം, അങ്ങനെ നോക്കാം. ഒരാൾക്ക് നല്ല വരുമാനം കിട്ടുന്ന ഒരു ജോലി ഇക്കാലത്ത് കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. അതിന് കുറെ കഷ്ടപ്പെടേണ്ടി വരും. എന്തായാലും ഈ ഒരു യാത്രയിലൂടെ നിന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നു, നിന്നെ കുറച്ചുകൂടി പരുക്കനാക്കി എന്നൊക്കെ പറഞ്ഞ രഞ്ജിത. അപ്പോൾ അത് തന്നെയാണല്ലോ സത്യം. കൊലക്കേസിൽ പ്രതിയായി ജയിലിൽ കിടന്നവനിൽ നിന്ന് ഇതിൽ കൂടുതലൊക്കെ എന്തു പ്രതീക്ഷിക്കാനാണെന്നോ നേരത്തേക്കും പ്രതീക്ഷ ചോദിക്കാം. കൂടെ കിടന്നവരെല്ലാം കുറ്റവാളികളും ക്രിമിനലുകളും മാത്രമാണ്. അവർക്കൊക്കെ നടുവിലായിരുന്നല്ലോ ഇത്രയും കാലം ഞാൻ ജീവിച്ചിരുന്നതെന്നൊക്കെ പറഞ്ഞ് അപ്പൊ പിന്നെ എനിക്ക് അവരുടെ സ്വഭാവവും കിട്ടില്ല എന്നൊക്കെ പ്രതീക്ഷ ചോദിക്കാം. എനിക്കിനി കൂടുതലൊന്നും ചോദിക്കാനുമില്ല, പറയാനുമില്ല. എന്ത് ജോലി കിട്ടിയാലും ആ ജോലി ഞാൻ ചെയ്യും. അതിപ്പോ മാർക്കറ്റിൽ ഇറച്ചി വെട്ടുന്ന ജോലിയാണെങ്കിൽ പോലും ഞാൻ ചെയ്യൂ എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ പ്രതീഷിന്റെ ആ ഒരു ശൗര്യം ഭയങ്കരമായിട്ട് രഞ്ജിതയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനത്തെ സുമിത്രയെയും അനിരുദ്ധിനെയും തകർക്കാൻ വേണ്ടി നമ്മുടെ പ്രതീക്ഷ പുതിയ ജോലിയൊക്കെ ഓഫർ ചെയ്ത് രഞ്ജിത് ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഒറ്റയാന, എനിക്ക് ആരോടും ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. ആരെ തകർക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തിരിക്കും, എനിക്കതിനൊരു മടിയില്ലെന്നും പറഞ്ഞ് അവിടെ നിന്ന് പ്രതീക്ഷ അങ്ങ് പോണു. ഇതും പറഞ്ഞ് പ്രതീക്ഷ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രഞ്ജിത വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവൻ എനിക്കൊരു നല്ല ആയുധം തന്നെയാണ് എന്നുള്ളൊരിതിൽ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സുമിത്രയും അനിരുദ്ധിനെയുമാണ്. അങ്ങനത്തെ അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നു. എന്താടാ പറ്റിയത്, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവൻ എന്താ പറ്റിയത്, ഇതൊക്കെ ഞാൻ പ്രസവിച്ച എൻ്റെ മോന് ഞാൻ പറയുന്നത് എന്താ മനസ്സിലാവാത്തതെന്നൊക്കെ സുമിത്ര ഇങ്ങനെ മോനോട് ചോദിക്കണു. അപ്പോൾ ഈ ജയിലെന്ന് പറയുന്നത് ഒരു വല്ലാത്ത സ്ഥലമാണെന്നും അവിടെ പലതരം ആൾക്കാരല്ലേ ഉള്ളത്. അപ്പോൾ അവിടെ കിടന്നു കഴിയുമ്പോൾ എല്ലാവരുടെയും സ്വഭാവമൊക്കെ കണ്ട ഒരുപാട് മാറ്റങ്ങൾ അവിടെയുള്ളവർക്ക് വരും. അത് തന്നെയാണ് പ്രതീക്ഷ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് അനിരുദ്ധി പറയാം. അപ്പോൾ നിനക്കറിയാവുന്നതായിരുന്നില്ലേ അവൻ ജയിലിലാണെന്ന്, എന്നിട്ട് എന്താ നീ അവന് ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ ശ്രമിക്കാതിരുന്നതെന്ന് സുമിത്ര മോനോട് ചോദിച്ചു. നമ്മൾ ആരും അവന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ളത് അവൻ്റെ മനസ്സിനെ വല്ലാണ്ട് മുറിവേൽപ്പിച്ച് കാണും. അതാണ് അവൻ അങ്ങനെ ആയിപ്പോയതെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അവൻ അങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനെ പുറത്തിറക്കാനായിട്ട് ശ്രമിച്ചതാണ്, ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തതാണ്, പക്ഷേ ജാമ്യ അപേക്ഷ റിജക്റ്റ് ചെയ്യുകയായിരുന്നു എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു. ജയിലിൽ നിന്ന് പുറത്തു വന്ന ഒരാൾക്ക് പെട്ടെന്ന് പുറലോകമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പ്രയാസമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അനിരുദ്ധ പറയാം. അപ്പോൾ ഇനിയും അവൻ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. എൻ്റെ പഴയ പ്രതീക്ഷ മോനെ എനിക്ക് തിരിച്ചു കിട്ടില്ലടാ എന്നൊക്കെ ചോദിച്ചപ്പം അമ്മേ, ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അംഗീകരിച്ചേ പറ്റുമെന്നും അത് നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം. അവനിപ്പോൾ പഴയ പ്രതീക്ഷ അല്ല, ജീവിതം അവനെ വല്ലാണ്ട് മാറ്റിയിട്ടുണ്ട്. അവൻ്റെ സ്വഭാവം ഒരുപാട് മാറിപ്പോയമ്മേ. മാത്രമല്ല രഞ്ജിതയിൽ നിന്നും അവന് ഒരുപാട് ക്ലാസ്സുകളും കിട്ടിയിട്ടുണ്ടാവും. ഇത്രയും കാശ് മുടക്കി അവനെ പുറത്തു കൊണ്ടുവന്ന് അവൻ എന്തെങ്കിലും ഒരു ലക്ഷ്യം കാണാതായിരിക്കില്ലല്ലോ. ഒരു പക്ഷേ പ്രതീക്ഷ നമുക്കെതിരെ തിരിഞ്ഞാലും അത്ഭുതപ്പെടാനൊന്നുമില്ല എന്ന് പറഞ്ഞപ്പം നീ പറയുന്നത് അവനിനി ഒരിക്കലും പഴയ പ്രതീക്ഷ ആവില്ലെന്നാണെന്ന് സുമിത്ര ചോദിച്ചപ്പോൾ പ്രതീക്ഷ തിരികെ വരും, അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയം ഇല്ല അമ്മേ. നമ്മളെ ഒന്ന് ഉപേക്ഷിച്ച് അവന് ജീവിക്കാനായിട്ട് പറ്റില്ല അമ്മ, അതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. ഒരു ദിവസം അമ്മയുടെ സ്നേഹം അവൻ തിരിച്ചറിയും, അതിന് യാതൊരു സംശയമില്ല. അവൻ അമ്മയ്ക്ക് അരികിലേക്ക് ഓടിയെത്തും, അമ്മ നോക്കിക്കോ. ഇപ്പോൾ അവൻ്റെ മനസ്സ് ആകെ മരവിച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ അവനിൽ ഭയങ്കരമായ പകയും വിദ്വേഷവും മാത്രമേ ഉള്ളൂ. അവൻ നമ്മളിലേക്ക് മടങ്ങിയെത്തും, അമ്മ നോക്കിക്കോ, എനിക്ക് ഉറപ്പാ. അമ്മ സമാധാനമായിട്ട് ഇരിക്കുക, അമ്മ വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിരുദ്ധ് ഇങ്ങനെ അമ്മയെ സമാധാനിപ്പിക്കുന്നു. അവൻ മടങ്ങി വരാതെ അവൻ്റെ സ്വഭാവം മാറാതെ അവന് നാട് വിട്ട് പോയാൽ നമ്മൾ എന്ത് ചെയ്യും ചോദിച്ചപ്പം അവൻ എങ്ങോട്ടും പോകാൻ പറ്റില്ലമ്മേന്ന് അനിരുദ്ധ്. അവൻ്റെ വേരുകളെല്ലാം ഇപ്പോഴും കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്നത് ഈ ശ്രീനിലയം വീടിനകത്ത് തന്നെയാണെന്ന് പറഞ്ഞപ്പം മോനെ നീ എന്തൊക്കെ ഈ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു സുമിത്ര. അത് വേർപിരിയാൻ പറ്റാത്ത ബന്ധങ്ങൾ അവനെ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരും, അമ്മ നോക്കിക്കോളാൻ പറഞ്ഞു. അമ്മയുടെ മനസ്സിൽ അവനോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്നുള്ളത് അവന് നന്നായിട്ട് അറിയാമെന്നും പറഞ്ഞു. അതുപോലെ അവൻ്റെ മനസ്സിലും ഉണ്ട് ആ സ്നേഹം, അവൻ തിരിച്ചു വരും, അമ്മ ധൈര്യമായിട്ടിരിക്കും, ഞാനല്ലേ പറയുന്നേ എന്നും പറഞ്ഞ് അവിടുന്ന് അനിരുദ്ധ അങ്ങ് പോയി. സുമിത്ര വിഷമിച്ചിരിക്കുന്നു. ഇതേ സമയം സ്വരമോൾ പിന്നെ അനന്യയുടെ അടുത്തേക്ക് ചെല്ലുക. മമ്മി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. അയാൾ എന്തിനാ വന്നത് എന്ന് ചോദിച്ചു. ആര്? നേരത്തെ വന്ന ആളില്ലേ അയാൾ എന്തിനാ ഇവിടെ വന്നേ?
അച്ഛമ്മയും ഡാഡിയും ഒക്കെ ആയിട്ട് സംസാരിച്ചില്ലേ, അയാൾ എന്തിനാ വന്നതെന്ന് ചോദിച്ചു. അപ്പം മോൾ ഇനി അയാളെക്കുറിച്ച് മമ്മിയോട് ചോദിക്കരുത് കേട്ടോ, അയാളെ ചീത്തയാ, അയാളെക്കുറിച്ച് തന്നെ മോൾ അന്വേഷിക്കണ്ട, അയാളെ വഴിയിലെങ്ങാനും കണ്ടാലേ മോള് മാറി നടക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ശരിയെന്ന് പറഞ്ഞു. അയാളോട് മോള് സംസാരിക്കൊന്നും ചെയ്തേക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു. അയാളൊരു ദുഷ്ടനാ, അയാൾക്ക് എന്തും ചെയ്യാനും മടിയില്ല, അതുകൊണ്ട് ഒരു മോള് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇത് കേട്ടോണ്ട് അനിരുദ്ധ് വരുന്നത്. നീ എന്ത് തോന്നിവാസമാണ് കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുന്നത്, കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് വല്ലാതെ വെപ്രാളവും പേടിയൊക്കെ തട്ടാൻ ഇത് മതി, നീ എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ എന്താ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് അനന്യ, ഓരോരുത്തരുടെ യഥാർത്ഥ സ്വഭാവമല്ലേ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത്, സ്വഭാവമല്ല ബന്ധവും പറഞ്ഞു കൊടുക്കണം, സ്വന്തം വീട്ടിലുള്ള ഓരോരുത്തരും ആരൊക്കെയാണെന്ന് കുട്ടികൾ അറിഞ്ഞിരിക്കണമെന്ന് അനിരുദ്ധ്. അന്നേരം മോളെ, ആ വന്നത് മോളുടെ ചെറിയച്ഛന് അമ്മ പറയുന്നത് പോലെ അവനൊരു ഭീകരജീവിയൊന്നും അല്ല കേട്ടോ, മോളോട് ഒരുപാട് സ്നേഹമുള്ള ഒരാളാണെന്ന് പറഞ്ഞപ്പോൾ തീർന്നു നിങ്ങളുടെ വിവരണം എന്ന് ചോദിച്ചു അനന്യ. തീർന്നില്ല, ബാക്കി കൂടി ഉണ്ട്, ഞാനത് പറഞ്ഞു കൊടുത്തോളാമെന്ന് അനിരുദ്ധ്. മോളുടെ ചെറിയച്ഛൻ നല്ലതുപോലെ പാട്ട് പാടും, പിന്നെ പണ്ട് വലിയ പാട്ടുകാരനായിരുന്നു, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് മോൾക്ക് അയാളെ ഇഷ്ടമായോ എന്ന് അനന്യ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു സ്വര. അപ്പോഴാണ് അനന്യക്ക് സമാധാനമായത്. പുതിയ ചെറിയച്ഛനോട് കൂട്ടുകൂടാനേ എനിക്ക് യാതൊരു താല്പര്യവും, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, കണ്ടാൽ തന്നെ പേടിയാണ്ടാടി എന്നൊക്കെ പറഞ്ഞ് കൊച്ചിങ്ങനെ പറയുവാണ്. അപ്പം അതൊക്കെ കേട്ടപ്പോൾ മോൾ അങ്ങനെയൊന്നും പറയരുതെന്നും, പിന്നെ കുറച്ചു കാലമായി ചെറിയച്ഛൻ ആകെ സങ്കടത്തിലും വിഷമത്തിലുമായിരുന്നു, ജീവിതത്തിലെ സന്തോഷങ്ങളൊന്നും ചെറിയച്ഛൻ അറിഞ്ഞിട്ടേ ഇല്ല, അതുകൊണ്ട് ആ ഒരു വിഷമം ചെറിയച്ഛനിലുണ്ട്, അതുകൊണ്ടാണ് ചെറിയച്ഛൻ അങ്ങനെയൊക്കെ പെരുമാറിയതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഡാഡി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ചെറിയച്ഛനെ ഇഷ്ടമല്ല എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു തറപ്പിച്ച് പറയാം. അപ്പോൾ കുഞ്ഞിന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ അനിരുദ്ധ അവനെ പറ്റി പറയുന്നത്, മോള് പൊയ്ക്കോട്ടോ എന്ന് പറഞ്ഞ് അനന്യ സ്വരമോളെ അവളത് പറഞ്ഞു വിട്ടു. സ്വരമോൾ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ദേ അനന്യ തുള്ളിച്ചാടി അനിരുദ്ധിൻ്റെ അടുത്തേക്ക് വന്നേക്കുക. മേലിൽ ഇനി കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് പ്രതീക്ഷനെ കുറിച്ച് പറയരുതെന്ന് പറഞ്ഞു. ജയിലിൽ നിന്നാണ് ചെറിയച്ഛൻ വരുന്നതെന്ന് അറിഞ്ഞാൽ മോള് പിന്നെ ഈ വീട്ടിൽ പോലും നിൽക്കില്ല, പറഞ്ഞേക്കാം. അതൊക്കെ വേണോ എന്ന് അനിരുദ്ധിനോട് അനന്യ ചോദിക്കുക. വേണ്ടെങ്കിൽ ഇനി ഈ കാര്യം നിങ്ങൾ മിണ്ടിപ്പോയേക്കരുതെന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അനന്യ അവിടുന്ന് പോയി. പിന്നെ അനിരുദ്ധ ആകെ വിഷമിച്ചേക്ക് നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞാണ് നമ്മുടെ പൂജ പോയിട്ട് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ സുമിത്ര പൂജയെ വിളിച്ചിട്ട് പിടിച്ച് നിർത്തി. അപ്പോൾ പൂജ ഭയങ്കര ഇതിലിങ്ങനെ നിൽക്കുക. അപ്പം ഇങ്ങനെ അമ്മ മോളെ തുറച്ചു നോക്കുമ്പോൾ എന്താ അമ്മയെ പറ്റി, അമ്മയും തന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം നീ എപ്പോഴും എന്നെ ചതിക്കാൻ പഠിച്ചതെന്ന് സുമിത്ര ചോദിക്കുക. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് നീ എൻ്റെ മുൻപിൽ അഭിനയിക്കായിരുന്നല്ലേ ചോദിച്ചു. അപ്പം അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ, എനിക്ക് മനസ്സിലായില്ലല്ലോ. അപ്പോൾ എന്നെക്കൊണ്ട് തന്നെ അത് നീ പറയിപ്പിക്കണോ എന്ന് ചോദിച്ചു. പ്രതീഷിനെ ജാമ്യത്തിൽ ഇറക്കിയതിൻ്റെ പിന്നിൽ രഞ്ജിതയാണെന്ന് നിനക്കറിയാമായിരുന്നില്ലേ എന്ന് സുമിത്ര പൂജയോട് ചോദിച്ചപ്പോൾ പൂജ ഇങ്ങനെ വല്ലാതെയായി. അന്ന് ജയിലിൽ പ്രതീഷിനെ കാണാൻ ഞാൻ പോകുമ്പോഴും അവൻ എന്നെ കാണാൻ സമ്മതിക്കില്ലെന്നും നിനക്കറിയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഇല്ല എന്ന് പറഞ്ഞു പൂജ. പ്രതീഷിനെ കാണാൻ ജയിലിൽ എനിക്ക് വേണ്ടി അപ്പോയിൻമെൻ്റ് എടുത്തത് രഞ്ജിതയാണെന്ന് നിനക്കറിയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു സുമിത്ര. അപ്പോൾ ഇങ്ങനെ പൂജ ഇങ്ങനെ വല്ലാതെ നിൽക്കുക. അവിടെ വെച്ച് പൂജ എൻ്റെ മുന്നിൽ എത്തുമെന്നും നിനക്കറിയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. എന്നിട്ടും ഒരു വാക്കെങ്കിലും നിനക്ക് ഈ അമ്മയോട് പറയാമായിരുന്നില്ലേ എന്ന് ചോദിക്കാം. നീ അമ്മയെന്ന് വിളിക്കുമ്പോഴെല്ലാം ഞാൻ സ്നേഹത്തോടെ വിളി കേട്ടതിനൊന്നും ഒരർത്ഥമില്ലാതായി പോയല്ലോ മോളെ എന്ന് സുമിത്ര ഇങ്ങനെ പറയുവാണേ പൂജയോട്. പൂജ ഇങ്ങനെ നോക്കുക കേട്ടോ. രഞ്ജിതയ്ക്കൊപ്പം ചേർന്ന് നീ എന്നെ ചതിക്കായിരുന്നോ എന്നൊക്കെ സുമിത്ര ചോദിച്ചപ്പോൾ പൂജ ഞെട്ടി ഇങ്ങനെ നിൽക്കാം. അമ്മ ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട, നീ ഇനി ഒന്നും എന്നോട് പറയണ്ടെന്ന് പറഞ്ഞു. എനിക്കെല്ലാം മനസ്സിലായി മോളെ, എല്ലാം. നീ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ സത്യം അതൊന്നും അല്ല. പ്രതീക്ഷേട്ടൻ ജാമ്യത്തിൽ ഇറക്കുന്നതിന് പിന്നിൽ രഞ്ജിതാൻ്റെ ആണെന്ന് എനിക്കറിയാമായിരുന്നു, അത് സത്യം തന്നെയാണ്. പക്ഷേ അമ്മ പറഞ്ഞതുപോലെ ആൻറ്റി എന്നോട് പറഞ്ഞത് പഴയ വിരോധമെല്ലാം മറന്ന് അമ്മയ്ക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയാണത് ചെയ്തതെന്നാണെന്ന് പറഞ്ഞപ്പോൾ സർപ്രൈസ്, എൻ്റെ മകൻ്റെ മനസ്സിൽ വിഷം കുത്തി കയറ്റി എന്നിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്നതാണോ സർപ്രൈസ് എന്ന് സുമിത്ര ചോദിക്കുകയും ചെയ്തു. എൻ്റെ മകനെ മുന്നിൽ നിർത്തി എന്നെ തകർക്കാൻ അവള് ശ്രമിക്കുന്നതിന് നീയും കൂട്ടുനിന്നു അല്ല മോളെ എന്ന് സുമിത്ര പൂജയോട് ചോദിക്കുക. പൂജ ഇങ്ങനെ ഇതൊന്ന് കേട്ട് വല്ലാതായി നിൽക്കുക കേട്ടോ. അവിടെ അമ്മ തോറ്റു പോയില്ലേ മോളെ എന്ന് ചോദിച്ചു. നീ എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര നിന്നെ ഞാൻ പ്രസവിച്ചില്ലെങ്കിലും നിന്റെ അമ്മ തന്നെ ആയിരുന്നില്ലേ ഞാനെന്നും ചോദിച്ചിങ്ങനെ. ഞാൻ നിന്നെ എൻ്റെ സ്വന്തം മോളായിട്ട് തന്നെയല്ലേ കണ്ട് സ്നേഹിച്ചത്, ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ലേ. നീ തന്നെ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ മോളെ. നീ എന്നോടല്ല തെറ്റ് ചെയ്തത്, ചതിച്ചതും എന്നെയല്ല രോഹിത്തിനെയാണ് നീ വഞ്ചിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു, നിന്റെ അച്ഛനെ. അപ്പോൾ പൂജ രോഹിത്തിനോട് ചെയ്ത ഒരു വലിയ വഞ്ചനയാണ് നമ്മുടെ സുമിത്ര ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ രോഹിത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ
എൻ്റെ മോനെ അവൻ ജാമ്യത്തിൽ ഇറക്കിയാന് രഞ്ജിത ഒരിക്കലും എന്നോട് യുദ്ധത്തിന് വരികയും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. എൻ്റെ മോൻ എന്നെ ഇത്രത്തോളം വെറുക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അമ്മേ, രഞ്ജിത ആൻറ്റി ഒരുപാട് മാറി അമ്മേ, സത്യം ഞാൻ പറയണേ. ആൻറ്റിക്ക് ഇപ്പോൾ അമ്മയോട് ഒരു ശത്രുതയും ഇല്ല, സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടാ ആൻറ്റി പറഞ്ഞത് ഞാൻ കേട്ടത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂജ ഇങ്ങനെ പറയുമ്പോൾ സുമിത്ര ഇങ്ങനെ പൂജയെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.